ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സന്ദീപിനെയും അനഘയും കാണാതായതിന്റെ പേരിൽ സേതു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവന്തിക അതിനെ തടയുന്നുണ്ട്. അവർ തിരികെ വന്നാൽ ഉടൻ തന്നെ നമുക്ക് രണ്ടുപേരെയും പിടിച്ച് കെട്ടിക്കണം വച്ചാ, അവരുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം എന്നും അവന്തിക പറയുന്നുണ്ട്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോവുകയാണ് സേതു. ഇത്രയും അവന്തിക പറഞ്ഞിട്ട് അർച്ചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു. ഇതേസമയം വളരെ ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി സന്ദീപിന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സ്വിച്ച് ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് സച്ചിക്ക് കണ്ടെത്താനും ആവുന്നില്ല. അതിന്റെ ടെൻഷനാണ് സച്ചിക്ക്. ശേഷം കാണിക്കുന്നത് അജയുടെ അമ്മാവനെയും കൂട്ടി വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ് അജയൻ എത്തിയിട്ടില്ല, പക്ഷെ അമ്മയും അച്ഛനും എത്തിയിട്ടുണ്ട്. ഇവർ അവരുടെ വിവാഹകാര്യമാണ് സംസാരിക്കുന്നത്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിശ്ചയം നടത്തണം എന്നവർ പറയുന്നുണ്ട്. ഒന്നും വെച്ച് താമസിപ്പിക്കരുത്, താമസിക്കും തോറും മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. വിവാഹത്തിനുള്ള പൈസയ്ക്ക് ഒത്തോ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉടനെ ശരിയാവുമെന്ന് മാഷി പറഞ്ഞപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, മതി എല്ലാം നടന്നാൽ മതി, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. സമയത്ത് പൈസ കിട്ടിയില്ലെങ്കിലും വിവാഹം മുടങ്ങാനൊന്നും പോകുന്നില്ല. ആതിരമോളെ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി, സന്തോഷത്തോടെ ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് അജയന്റെ അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് വൃന്ദാവനം വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. വേറെ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, സമയത്ത് ഞങ്ങളെല്ലാം ചെയ്യും. മറ്റന്നാൾ നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ പെട്ടെന്നൊരു മുഹൂർത്തം നോക്കി നമുക്ക് വിവാഹവും നടത്താം. ആ ദിവസത്തിനുള്ളിൽ ഞങ്ങളെല്ലാം ശരിയാക്കിക്കോളാം എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു, അതെ, എല്ലാവരും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലല്ലോ വിവാഹം നടത്തുന്നത്, അത് അതിൻ്റെതായ സമയത്ത് നടന്നോളും. ഇത് കേട്ട് അമ്മാവൻ പറയുന്നുണ്ട്, നടത്തണം. അങ്ങനെ നടത്തുന്നതിൻ്റെയിലാണ് പെണ്ണിൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും കയ്യിലുള്ള മിടുക്ക്. ആതിരയുടെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവളിത് എവിടെ പോയി എന്ന് മീര. പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ അവൾ അകത്തുണ്ട് എന്ന് കമല പറയുന്നുണ്ട്. ആതിര ഏത് സമയം ഈ വീട്ടിൽ തന്നെയാണല്ലോ. ഞങ്ങൾ എപ്പോഴും പെൺകുട്ടികളെ ഈ വീട്ടിലിട്ട് വളർത്തുന്നവരല്ല. അതിനിപ്പോൾ കുടുംബത്തിലുള്ളതാണെങ്കിലും വന്ന് കയറുന്നതാണെങ്കിലും ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാ ഞങ്ങൾ. മാസത്തിൽ 1-2 തവണയെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ സ്ത്രീകൾ പുറത്തേക്ക് പോകണം, എങ്കിലേ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർക്കും കൂടി മനസ്സിലാവൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാണ്, ആതിരെ ജോലിക്കൊന്നും വിടുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ. അങ്ങനെ ആതിര കൊണ്ടുവന്നിട്ട് വേണ്ട പുത്തമ്പുരയെ കുടുംബത്തിൽ വാഴാൻ. അജയന്റെയും ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കാൻ ഒരു ദിവസം തന്നെ തികയില്ല. പിന്നെ എപ്പോ ജോലിക്ക് പോവാനാ? തന്നെയുമല്ല, അജയന്റെ അച്ഛന്റെ അമ്മ ഭാർഗവി അമ്മ അവർ കിടപ്പിലാണ്. ഇനി അങ്ങോട്ട് നോക്കേണ്ടത് അവരെയാണ്. ഇതേസമയം ആ വീട്ടിലേക്ക് വരികയാണ് അവന്തിക. ഒട്ടും താല്പര്യമില്ലാത്ത വരവാണ് അവന്തികയുടേത്. എന്നാൽ ഈ അജയന്റെ അമ്മാവനെ ഈ വൃന്ദാവനം വീട്ടിലുള്ളവർക്കൊന്നും അത്രയ്ക്കങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ചിരിച്ചുകൊണ്ട് അമ്മാവൻ പറയുന്നുണ്ട്, ചുരുക്കി പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി നടക്കാനൊന്നും ആതിരയ്ക്ക് സമയം കിട്ടില്ല. വീട്, പറമ്പ്, കന്നുകാലി, ഭാർഗവിയമ്മ അങ്ങനെയൊക്കെ പോകും. അവൻ്റെ അവിടേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന്, അയ്യോ ഇവിടെ എന്തെങ്കിലും വിശേഷം നടക്കുകയാണോ, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആതിരയുടെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ചെറിയ ചടങ്ങ്, അത്രേ ഉള്ളൂ. അവന്തികയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇങ്ങോട്ടിരിക്കാം എന്ന് അനൂപ് പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക അവിടേക്ക് പോയി ഇരിക്കുന്നുണ്ട്. ഇതാണ് അജയന്റെ അച്ഛൻ, ഇത് അമ്മ. എന്നെ മീര ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അമ്മാവൻ സ്വയം പരിചയപ്പെടുകയാണ്. നമ്മളെക്കുറിച്ച് പറയാനൊക്കെ എന്തിനാ മറ്റുള്ളവര്? ഇത് അവന്തിക ഇവിടുത്തെ അർച്ചനയുടെ ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യയാണ്. ഇത് കേട്ട് ആതിരയെ കെട്ടാൻ പോകുന്ന പയ്യൻ വന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. അവൻ വന്നില്ല, ഞങ്ങൾ വന്നാൽ മതിയെന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ എപ്പോഴും തിരക്കല്ലേ, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളല്ലേ അവന്റെ തലയിൽ. അതുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കാനാ അവൻ പറഞ്ഞത് എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അത് നന്നായി, ഇനിയും അധികം വെച്ച് താമസിപ്പിക്കണ്ട എന്നാ എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെയും അഭിപ്രായം അത് തന്നെയാണ്. പിന്നെ ഇവർക്ക് പണമൊക്കെ ശരിയാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ ഇത്രയും നീണ്ടത് എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ അനൂപിനെ അവന്തിക നോക്കുന്നു. അല്ലെങ്കിൽ എപ്പോഴും നടക്കേണ്ടതായിരുന്നു എന്നും പറയുന്നുണ്ട്. അവന്തിക പറയുന്നു, ഓ അങ്ങനെയാണോ? ഈ ഒരു കാര്യത്തിൽ ആർക്ക് ടെൻഷൻ വേണ്ട. എന്താണോ അജയന്റെ വീട്ടുകാർ ചോദിക്കുന്ന സ്ത്രീധനം അത് ഞാൻ തരും. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഉള്ളതാണോ കൊച്ചേ എന്ന് അമ്മാവൻ അവന്തികയോട് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എന്നെ ശരിക്കും അറിയാത്തതുകൊണ്ട് അമ്മാവൻ അങ്ങനെ ഒരു സംശയം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവന്തികയെ, ആതിരയുടെ ആവശ്യത്തിനുള്ളത് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് മാഷി പറയുന്നുണ്ട് അവന്തികയോട്. അതെന്ത് വർത്തമാനാ മാഷേ, ഒരാൾ കയ്യഴിഞ്ഞ് സഹായിക്കാമെന്ന് പറയുമ്പോൾ അത് നിഷേധിക്കല്ലേ, ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അപ്പൊ പിന്നെ വീടിന്റെ പ്രമാണം ബാങ്കിൽ വെക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. കൊച്ചേ, ഞങ്ങൾ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല. അവരുടെ മകൾക്ക് അവരെന്ത് കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷമാണ്. പിന്നെ 25 പവനിൽ കുറയാതെ കിട്ടണം. പിന്നെ പണം അത് നിങ്ങളുടെ ആസ്തിക്കനുസരിച്ച് എന്തായാലും കുഴപ്പമില്ല.
അതൊരു 10 ലക്ഷം രൂപയിൽ കുറയില്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതെല്ലാം കേട്ട് മാഷും കമലയും ടെൻഷനോടെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് അതൊരു തുകയാണോ എന്ന് പറഞ്ഞ് അമ്മാവൻ വെറുതെ അങ്ങ് ചിരിക്കുകയാണ്. അത് കിട്ടിയിരിക്കും പോരെ എന്നും അവന്തിക പറയുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹത്തിനുള്ള ഏർപ്പാട് ചെയ്തോളൂ, കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നടന്നോളും എന്നും അവന്തിക പറയുന്നു. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് അമ്മാവൻ. എല്ലാവരും അവിടുന്ന് പോകുന്നു. അവന്തിക അനൂപിനോട് പറയുന്നു, അനൂപേ, സമയം കിട്ടുമ്പോൾ ഓഫീസിൽ ചെന്ന് പണം വാങ്ങിച്ചാൽ മതി, ഞാൻ അവിടെ പറഞ്ഞോളാം. അനൂപ് പറയുന്നു, അവന്തികയ്ക്ക് വിഷമമൊന്നും തോന്നരുത്, ആ പണം വേണ്ട. ഇപ്പൊ തന്നെ അവന്തികയുടെ മുന്നിൽ വലിയൊരു ബാധ്യതക്കാരനാണ് ഞാൻ. അത് തിരിച്ചു തരാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അതിന്റെ കൂടെ ഇനിയും കടം കൂടിയാൽ എനിക്ക് ശ്വാസം മുട്ടും. അവന്തികയുടെ നല്ല മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് പറയാണ്, അത്രയും വലിയ സഹായം ഞങ്ങൾക്ക് ഇവിടെ ചെയ്യരുതെന്ന് മാഷ്. സഹായത്തിന്റെ കാര്യമല്ല മാഷെ, ആദ്ര എന്റെയും കൂടി അനിയത്തിയല്ലേ. കമല പറയുന്നു, അന്ന് അങ്ങനെ തന്നെയാണ് അവന്തിക. എന്നാലും മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പ്രത്യേക ഒരു ടെൻഷൻ ഉണ്ടല്ലോ. മാത്രമല്ല ആതിരയുടെ വിവാഹത്തിന് ഞങ്ങൾ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും പ്രമാണം ബാങ്കിൽ കൊണ്ട് വെക്കാൻ പോവല്ലേ, അത് നെല്ലിശ്ശേരി ഫൈനാൻസിൽ വെച്ചോളൂ. തീരുമാനിച്ചതുപോലെയാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 50 ലക്ഷം രൂപ അടുപ്പിച്ച് കല്യാണ ചിലവ് വരും. ഈ വീടും സ്ഥലവും ബാങ്കിൽ വെച്ചാലും അത്രയും കിട്ടുമെന്ന് ഉറപ്പില്ല. കിട്ടിയാലും വലിയ പലിശയും കൊടുക്കേണ്ടി വരും. നെല്ലിശ്ശേരിയിലാവുമ്പോൾ നിങ്ങൾക്ക് പലിശ അടയ്ക്കേണ്ട. സാവധാനം മുതലടച്ച് പ്രമാണം തിരികെ എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും തരാം എന്ന് അവന്തിക പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. ഇതും കൂടി നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ആതിരയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം എന്നും അവന്തിക പറയുന്നുണ്ട്. അവന്തിക എന്തോ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് അർച്ചനയും സച്ചിയും തമ്മിൽ സംസാരിക്കുകയാണ്. സന്ദീപിനെ കാണാൻ വൈകുന്തോറും അച്ഛൻ ഇത് തന്നെയായിരിക്കില്ലേ ചിന്ത. അത് ചിലപ്പോൾ ഇതിനേക്കാൾ വഷളാവുകയും ചെയ്യും. ഞാൻ സന്ദീപിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ അച്ഛന് നല്ല വിഷമമുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാ കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, സന്ദീപും അനഘയും വിളിച്ചിരുന്നു, എന്നെയല്ല അവന്തിക എടുത്തേ. തന്നോട് ആര് പറഞ്ഞു എന്ന് സച്ചി ചോദിച്ചപ്പോൾ എന്നോടല്ല അച്ഛനോട് എടുത്തി തന്നെ നേരിട്ട് പറഞ്ഞതാണെന്നും അർച്ചന പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ട്രേസ് ചെയ്താൽ അവരെവിടെയാണുള്ളതെന്ന് മനസ്സിലാവില്ലേ. ഞാൻ ഏട്ടത്തിയോട് ചോദിക്കട്ടെ എന്ന് സച്ചി. ആ നമ്പർ പെട്ടെന്ന് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിന് അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. അതെ സച്ചേട്ടാ, അങ്ങനെ ഒരു നമ്പർ ഇന്ന് കോള് വന്നിട്ടില്ല. അത് ഏട്ടത്തി കള്ളം പറഞ്ഞതാ. ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവന്തിക ഏട്ടത്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇങ്ങനെ എന്തിനായിരിക്കും ഒരു കള്ളം അപ്പോൾ തന്നെ പറഞ്ഞെന്ന് സച്ചിയേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേട്ട് സച്ചി പറയുന്നു, അങ്ങനെയാണെങ്കിൽ അത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആവില്ല എന്ന്. സന്ദീപിനെയും അനഘയും കാണാനില്ല എന്ന് കേസ് കൊടുത്ത് ഒരു അന്വേഷണം വന്നാൽ അവന്തിക ഏട്ടത്തിക്ക് എന്താ കുഴപ്പം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അത് ഏടത്തെ അന്നേ പറഞ്ഞ കാര്യമല്ലേ. അവന്തിക അനഘ ഒരു പെൺകുട്ടിയാണ്. ഇതെല്ലാം വലിയ പ്രശ്നമായാൽ അത് കൂടുതൽ ബാധിക്കുന്നത് സന്ദീപിനേക്കാളും അനഘയായിരിക്കും എന്നൊക്കെ. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഈ വീട്ടിലുള്ള കുറച്ച് ആളുകൾ കുറച്ച് കൂടുതൽ നിഷ്കളങ്കരാണ് സച്ചിയേട്ടാ. അതുകൊണ്ടാണ് ഓരോരുത്തരെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നത്, ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സച്ചി പറയുന്നു, അത് താൻ പറഞ്ഞത് ശരിയാണ്. നിഷ്കളങ്കരായ ആൾക്കാരെ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ചിലപ്പോൾ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ എന്ന് പറയും. താൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അനഘയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, അത് നമുക്കും അപകടമാണ്. ഒരു അന്വേഷണം വന്നാൽ അത് ചെന്നെത്തി നിൽക്കുന്നത് ആതിരയുടെ അടുത്തേക്കായിരിക്കും. ഇത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു. സമാധാനപരമായി നമ്മൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുന്ന ആ കാര്യം, അതായത് സന്ദീപ് ആതിരയെ വിവാഹം കഴിച്ച കാര്യം പോലീസ് വഴി എല്ലാവരും അറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിത ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. കേസിന്റെ വിധി തന്നെ മാറും, വാദി പ്രതിയായിട്ട് മാറും. മനസ്സിലായോ എന്നൊക്കെ അർച്ചനയോട് സച്ചി പറയുന്നുണ്ട്. ഇപ്പോഴാണ് അർച്ചനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. പിന്നീട് കാണിക്കുന്നത് അജയനും കൂട്ടരും സന്ദീപിന്റെ അരികിലിരുന്ന് ചീട്ട് കളിക്കുന്നുണ്ട്. സന്ദീപാണെങ്കിൽ അവശനായ നിലയിലിരിക്കുന്നു. ഒരു വീൽ ചെയറിലാണ് സന്ദീപിനെ കെട്ടിയിട്ടിരിക്കുന്നത്. അടിച്ച് അവശനാക്കിയ നിലയിൽ. സന്ദീപ് നോക്കിയപ്പോൾ അവര് ചീട്ട് കളിക്കുകയാണ്. സന്ദീപ് പറയുന്നു, അതെ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണോന്ന്. ഇത് കേട്ട് ഒരാൾ പറയുന്നു, വാഷ്റൂമോ? സദാസമയം നിന്നെ ഒന്നിനും രണ്ടിന് കൊണ്ടുപോവാൻ നിന്നെ അംഗൻവാടിയിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കടാ മണ്ട എന്ന് പറഞ്ഞവർ ചിരിക്കുന്നു. ഇവനെ എവിടാണെന്ന് വെച്ചാൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇവൻ ഇവിടേക്ക് നാശമാക്കിയാൽ പിന്നെ നമ്മൾക്കല്ലേ പണി. ഇവനൊരു ശല്യമായല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റ് സന്ദീപിന്റെ കെട്ട് അഴിച്ചു വിടുന്നുണ്ട്. എഴുന്നേൽക്കട എന്ന് കെട്ട് അഴിച്ചതിന് ശേഷം പറയുന്നുണ്ട്, വലിയ പാടുവിട്ട് സന്ദീപ് എഴുന്നേറ്റു. എന്നാൽ പിന്നെയും വീൽ ചെയറിലേക്ക് വീണു പോവുകയാണ് സന്ദീപ്. സന്ദീപിന്റെ ഈ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണവർ. സന്ദീപ് എഴുന്നേറ്റിട്ട് കൈയൊക്കെ ഒന്ന് വലിച്ചു വിടുന്നുണ്ട്. വലിയ മസിൽ പിടുത്തമൊന്നും വേണ്ട, എല്ലാം നാശമാവുമെന്ന് ഒരാൾ പറയുന്നു. എന്നാൽ കൈ രണ്ടും നൂത്ത് ചുരുട്ടി പിടിച്ചിട്ട് രണ്ട് കൈയും ഒന്നിച്ചു വെച്ച് ആ ഗുണ്ടയുടെ കവളിലിട്ടൊന്ന് കൊടുത്തു. അയാൾ ഒരൊറ്റ വീടക്കോ വീഴുന്നുണ്ട്.
ഇത് കണ്ട മറ്റൊരാൾ സന്ദീപിനെ അടിച്ചിടുന്നു. സന്ദീപ് വീണതും ഒരു തടിക്കഷ്ണത്തിന്റെ അടുത്ത് പോയി വീഴുന്നുണ്ട്. ആ തടിക്കഷ്ണം എടുത്ത് അവരെ അടിക്കുകയാണ് സന്ദീപ്. അവരെ 3 പേരെയും ഇട്ടതായിരുന്നു. എന്നാൽ പിറകിൽ കൂടി വന്ന അജയൻ സന്ദീപിനെ ഒരൊറ്റ ചവിട്ട്. സന്ദീപ് പോയി വീണു. പിന്നെയും സന്ദീപിനെ അജയൻ ചവിട്ടി ചതയ്ക്കുന്നു. തറയിൽ ഒരുപാടിട്ട് അടിക്കുകയാണ് അജയൻ. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ മിടുക്ക് എന്നോട് കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആന്റണിയോട് സന്ദീപിനെ കെട്ടാനായി പറയുന്നു. ആ കിടന്നുകൊണ്ട് തന്നെ സന്ദീപിന്റെ കൈ പുറകിൽ കെട്ടിവെക്കുകയാണ് ഇവർ. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിലേക്ക് മാഷും കമലയും കൂടി ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. ഒരു 15 മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് ഓട്ടോക്കാരനോട് പറയുന്നു. മാഷേ, നമ്മൾ വന്ന കാര്യം എന്താണെന്ന് അറിയാലോ. സേതുവേട്ടനെ കാണുക, വന്ന കാര്യം പറയുക, തിരിച്ചു പോവുക. അല്ലാതെ സന്ദീപിന്റെ കാര്യങ്ങളോ അവനെ കാണാതായ കാര്യങ്ങളോ ഒന്നും പറയേണ്ടെന്നും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും വലിയ അഭിപ്രായമൊന്നും പറയാനും പോകണ്ട എന്നും കമല മാഷിനെ ഓർമ്മപ്പെടുത്തുന്നു. സേതു തന്നെയാണ് വാതിൽ തുറന്നത്. മാഷായിരുന്നു. വരൂ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇവർ 2 പേരെയും സേതു അകത്തേക്ക് ക്ഷണിക്കുന്നു. ഇരിക്കാനും പറയുന്നുണ്ട്. അവർ 2 പേരും അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ 2 പേരും കൂടി പെട്ടെന്ന് എന്നെ സേതു ചോദിക്കുന്നു. നിങ്ങൾ എപ്പോൾ വന്നു എന്ന് ചോദിച്ച് അവൻ്റെ കൈയും വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാത്തോണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. സേതു പറയുന്നു. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഒരു സമാധാനവും കിട്ടില്ല മാഷേ. ചില വിധികൾക്ക് ആശ്വാസവാക്കുകളില്ലല്ലോ. സ്വയം നീറിക്കൊള്ളുക എന്നല്ലാണ്ട് മറ്റൊരു വഴിയില്ല. അവനൊക്കെ പറയുന്നു. ചില സമയത്ത് തോന്നും അവരെന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന്. പിന്നെ അവരുടെ പ്രായം കണക്കിലെടുത്ത് സമാധാനിക്കാനല്ലേ സാധിക്കോ. ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പ്രത്യേകിച്ചും സന്ദീപിന്റെ. അവൻ കാണിച്ചതൊക്കെ നിങ്ങൾക്കും അറിയാലോ. അവനും അനഘയുമായിട്ട് ഇത്രയും സ്നേഹം ഉണ്ടാവുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? എന്തായാലും സ്നേഹിച്ച പെണ്ണിനെ തന്നെ സന്ദീപ് സ്വന്തമാക്കിയല്ലോ എന്നും അവന്തിക പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും സേതുവിന്റെ മുഖം തെളിഞ്ഞിട്ടില്ല. അത് തന്നെ സമാധാനം എന്നും അവന്തിക പറയുന്നു. സേതു ആണെങ്കിൽ വല്ലാത്ത ടെൻഷനോടെ ഇരിക്കുന്നു. ഈ സമയം അർച്ചന താഴേക്ക് വരുന്നു. അമ്മയും അച്ഛനും വന്ന കാര്യം അർച്ചന അറിയുന്നുണ്ട്. അർച്ചനയുടെ പിറകെ തന്നെ സച്ചിയും വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.